ഹലോ ഹായ്. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാണ് 1.5 ജേർണൽ ആൻഡ് ലെഡ്ജർ. ഓക്കെ, ജേർണൽ ആൻഡ് ലെഡ്ജർ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ജേർണൽ എന്താണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നുണ്ട്. അത് ഡെയിലി റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫ്രഞ്ച് വേർഡായ JOUR എന്തോ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്തു, മീൻസ് എ ഡേ. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തിനാണെന്നറിയാമോ? നമുക്ക് MCQ എന്തെങ്കിലും വന്ന ഉപകാരവും. ഫ്രഞ്ച് വേർഡാണ് JOUR എന്നുള്ളതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മീൻസ് എന്താണ്? എ ഡേ എന്നാണ്. ഇതിന് ഓൾസോ കോൾഡ് എന്തൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്തിനെയാണ്? ജേർണലിനെയാണ് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ എ ജേർണൽ ഈസ് കോൾഡ്. ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ പറയുന്ന പേരാണ് ജേർണലൈസിങ്. ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് മാറ്റണമെങ്കിൽ എന്താ പറയുക? പോസ്റ്റിംഗ്. ഓക്കെ, 2 ടൈപ്പ് ഓഫ് ജേർണൽ ഉണ്ട്. ഒന്ന് എന്തൊക്കെയാണ്? സ്പെഷ്യൽ ജേർണൽ എന്ന് പറയും. സ്പെഷ്യൽ ജേർണൽ എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ഓഫ് എ സ്പെസിഫിക് ടൈപ്പ്. ഏതൊക്കെയാണ്? ക്രെഡിറ്റ് പർച്ചേസോ, ക്രെഡിറ്റ് സെയിൽസോ, റിട്ടേൺ ഇൻവേർഡ്സോ, ഔട്ട്വേർഡ്സോ, അങ്ങനെയൊക്കെയുള്ളത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ ജേർണൽ എന്ന് വെച്ചാൽ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ഓഫ് എ സ്പെഷ്യൽ ടൈപ്പ്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രൈമറി ബുക്ക് ഓഫ് എൻട്രിയാണ്. ഓക്കെ, അതിനെയാണ് സ്പെഷ്യൽ ജേർണൽ എന്ന് പറയുന്നത്. ഏതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽസ്, റിട്ടേൺ ഇൻവേഴ്സ്, ഔട്ട്വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ജനറൽ ജേർണൽ. ജനറൽ ജേർണൽ എന്ന് വെച്ചാൽ എന്താണ്? ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഇൻ വിച്ച് അതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ വിച്ച് ദോസ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഫോർ വിച്ച് നോ സ്പെസിഫിക് ഡേ ബുക്ക്. ഓക്കെ, ഈസ് മെയിൻറ്റെയിൻഡ് ആർ റെക്കോർഡ്. എന്താണ്? അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എന്താണ്? റൂൾ ഓഫ് ഡെബിറ്റർ ആൻഡ് ക്രെഡിറ്റർ ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റർ ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ അനുസരിച്ച് ഡെബിറ്റും ക്രെഡിറ്റും വരണം. അതിൻ്റെ റൂളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഏത് നേരം പറയുന്നതാണ് അല്ല, ഏത് നേരം പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും. കാരണം ഈ റൂള് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മനപ്പാടാക്കി എടുക്കണം. എന്നാലേ നമുക്ക് ഇനി എല്ലാം അറിയാലോ. നമ്മൾ പഠിച്ചു തുടങ്ങാൻ നേരത്ത് നമുക്ക് ഇനിയുള്ള ഫുൾ ലാസ്റ്റ് പാർട്ണർഷിപ്പ് വരേക്കുള്ള എല്ലാത്തിനും ഹെൽപ്പ് ആവും. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കി നോക്കുക. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ആണ്. ഇങ്ങനെയാവുമ്പോൾ ഡെബിറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ അത് ഡെബിറ്റ് ആണ്. അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ആണ്. അതേപോലെ തന്നെയാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അസറ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് ആണ്. ലൈബിലിറ്റി ആണെന്നുണ്ടെങ്കിലോ നേരെ ഓപ്പോസിറ്റ്. ലൈബിലിറ്റിയും റവന്യൂ എന്താണ്? ലൈബിലിറ്റി ഇൻകം എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, എന്താ പറയുന്നത്? ലൈബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്, ലൈബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ആണ്. റവന്യൂ അല്ലെങ്കിൽ ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്, ഇൻകം കുറയുമ്പോൾ അതെന്താവും? ഡെബിറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ഇനി എന്താണ്? ലെഡ്ജർ. ലെഡ്ജർ എന്താണെന്നുള്ളത്. ലെഡ്ജർ എന്താണ്? ലെഡ്ജർ എന്ന് വെച്ചാൽ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ എൻട്രി ഇൻ ദ ലെഡ്ജർ ഈസ് നോൺ ആസ് പോസ്റ്റിംഗ്. അല്ല, ലെഡ്ജറിലേക്ക് നമ്മൾ ജേർണലൈസിംഗ് എന്ന് പറഞ്ഞു ജേർണൽ ചെയ്തതിനെ ലെഡ്ജറിലേക്ക് ലെഡ്ജറിലോട്ട് മാറുന്നതിന് നമ്മൾ എന്താ പറയുക? പോസ്റ്റിംഗ് എന്നാണ് പറയുക. ഓക്കെ, അതിൻ്റെ റൂൾസ് ഇപ്പോൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം ഓർ ഗെയിൻസ്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് പഠിക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ്? ഇതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് കിടക്കുന്നതാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, BRS. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്, തനിയെ ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ എന്നാലും അതിൽ എന്താണ് ഒരു ക്ലാരിറ്റി കുറവുണ്ടോ അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവാതെ കുറച്ചൊക്കെ ഡൗട്ടായിട്ട് ഇനിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ, എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെയല്ലേ എടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ BRS എന്ന് വെച്ചാൽ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് BRS എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ടൈപ്പ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും ഇനി ഒന്ന് അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡും. 2 ടൈപ്പിലുള്ള ഓരോരോ പ്രോബ്ലംസാണ് നമ്മുടെ മെറ്റീരിയലിൽ കിടക്കുന്നത്. രണ്ട് മെത്തേഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിട്ടുകളയേണ്ട ഒന്നല്ല, നമുക്കിത് മുന്നാഴം വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് BRS എന്നുള്ളത് ആരും വിട്ടുകളയരുത്. സിമ്പിളാണ്, നമ്മൾ ചെറുതിലെ പഠിക്കുന്നതാണ്. അതൊന്ന് നമുക്കൊന്ന് എന്താ പറയുന്നത്, ഈ റൂളൊക്കെ ഒന്നും അതിനുണ്ട്, ഒരു ബേസിക്കൊക്കെ ഒന്ന് വശമുണ്ട്. ജേർണൽ ലെഡ്ജറും എഴുതാനുള്ള ഒരു വശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ, അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ +2ൻ്റെ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് ജേണലും ലെജറും ഒക്കെ എന്താണ് എങ്ങനെയാണ് ഇടുന്നത് എന്നൊന്ന് ഉറപ്പിക്കുക. ഈ റൂള് വെച്ച് നമ്മളിപ്പോൾ പഠിച്ചില്ല, ആ റൂള് വെച്ച് നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് അതങ്ങോട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ. ഞാൻ ഇനി ജേണലിന് വല്ല ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ ഇടാം. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, നിങ്ങളത് ഒന്ന് സപ്പോർട്ടീവായിട്ട് ഒന്ന് നല്ല ആക്റ്റീവായിട്ടൊന്ന് ഇരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. ഇനി ബി ആർ എസ് എന്നാൽ 2 തരം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും ഇനി ഒന്ന് അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡുമാണ്. ബി ആർ എസ് എങ്ങനെയാണ് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ബാങ്കോളം, ക്യാഷ് ബുക്കിലെ ബാങ്കോളം. നമ്മുടെ ക്യാഷ് ബുക്ക് ഉണ്ടാവില്ലേ, അതിലൊരു ബാങ്ക് കോളം ഉണ്ടാവും. നമ്മൾ പഠിച്ചായിരുന്നു സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി മുന്നേയുള്ള വീഡിയോസിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ എമൗണ്ടും അതേപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ എമൗണ്ടും ടാലി ആക്കണ പരിപാടിയാണ് PRS എന്ന് പറയുന്നത്, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ ബാലൻസും ബാങ്കിൻ്റെ പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ മാച്ച് ആകണം. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? BRS എന്ന് പറയണത്. BRS കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, ഇനി ക്യാഷ് ബുക്കിൽ നമുക്ക് എന്തായിരിക്കുള്ളൂ? ബാങ്കിനെ നമ്മൾ എന്തായിട്ട് കാണിക്കുള്ളൂ? അസറ്റായിട്ടാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെയുള്ള ഇവിടെ റൂളൊക്കെ ഞാൻ 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ അത്രയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഒരാൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ എന്ന് പഠിച്ചു വെച്ച് ഇതിലല്ല നമ്മൾ ഇറക്കേണ്ടത്. എന്തുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്ത് വന്നാലും നമുക്ക് എന്തുകൊണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞ് തന്നെ പോകണം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരണം. അതുകൊണ്ടാണ് ആ റൂള് വീണ്ടും എടുത്ത് പറയണത്. എക്സ്പെൻസും അസറ്റും വന്നിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഇൻകം ലയബിലിറ്റി ആണെങ്കിൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യും. ബാങ്ക് ബുക്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യണത് എന്താണ്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. എന്തുകൊണ്ടാണ് ലയബിലിറ്റി ആണെന്ന് പറയുന്നത്? കാരണം ബാങ്കിൻ്റെ ക്യാഷാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണത്? ബാങ്കിൻ്റെ ക്യാഷാണോ? അല്ല. ബാങ്കിന് യൂസ് ചെയ്യാൻ പറ്റിയ ക്യാഷാണോ? അല്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാൻ പറ്റിയ ക്യാഷാണ് അല്ലേ? അതുകൊണ്ടാണ് അത് ബാങ്കിന് എന്താണ്? ലൈബിലിറ്റി ആണെന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കിന്റെ വ്യൂവിൽ അത് ലൈബിലിറ്റി ആണെന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ലൈബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ബാങ്ക് നമ്മുടെ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണത്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ബാങ്കിൽ ക്രെഡിറ്റ് വന്നു എന്ന് നമ്മൾ പറയാനും കാരണം. ഓക്കെ, ഇനി എന്താണ്? ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റാണ്. ബാങ്കിനെ സംബന്ധിച്ച് അത് അസറ്റാണ്. കാരണം എന്താണ്? അവര് നമ്മൾക്ക് ഒരു എമൗണ്ട് കൊടുക്കുവാണ്. ആ എമൗണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് എന്താ ഗുണം? അതിന് മന്ത്ലി അവർക്ക് ഇൻട്രസ്റ്റ് മേടിക്കാൻ പറ്റും അല്ലെ? ഒരു ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് അതെന്താണ്? ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? അതൊരു ഇൻകമാണ്. ഓക്കെ, അതുകൊണ്ട് ലോൺ എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും? അതിനെ അവർ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി BRS എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത്? എപ്പോഴൊക്കെയാണ്? നമുക്കിപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് വന്നു, ബാങ്ക് ചാർജസ് വന്നു അല്ലേ? ഡയറക്ട്ലി നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുവന്ന് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അയാൾ തരേണ്ട എമൗണ്ട് ബാങ്കിൽ തന്നെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. അതൊക്കെ വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതൊന്നും അറിയണില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസും നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BRS ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ ആ കഴിഞ്ഞ BRSന്റെ ചാപ്റ്റർ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്താണ് നെറ്റ് ബാങ്കിങ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക, അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഇതിനാണോ ഇതെന്ന് വിചാരിക്കും. ഇപ്പൊ ടാലി യൂസ് ചെയ്ത് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ആകെ ഒരു ഡേറ്റ് അങ്ങോട്ട് ഇട്ടാ വെച്ചാൽ പോരെ എന്ന് വിചാരിക്കും അല്ലെ? പക്ഷെ അങ്ങനെയല്ല. ഇത് നമ്മളിപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ പിന്നോട്ട് പോകണം. എന്നിട്ട് ആ ടൈമിലാണ് നമ്മുടെ സിസ്റ്റമോ നെറ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. ഓക്കെ, ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മന്ത്ലിയോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പോയി ഒരു ബാങ്കിൽ
ബാങ്കിൽ പോയി ക്യൂ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വരണത് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അക്കൗണ്ടൻറ്റിന് കൊടുത്ത് അക്കൗണ്ടൻ്റ് അത് നമ്മുടെ അവരുടെ പാസ്ബുക്ക് ഇതൊക്കെ ആയിട്ട് ടാലി എന്താണ് ഏതൊക്കെ എൻട്രി വിട്ടുപോയിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബാങ്കിൽ, നമ്മൾക്ക് ആ ചെക്ക് പാസ്സായിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈമിലായിരിക്കും ഇരുന്ന് നോക്കണത്. അവിടെയാണ് അവിടെ BRSൻ്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഇരുന്ന് വേണം നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ. അല്ലാണ്ട് ഇപ്പോഴത്തെ നമ്മളൊന്ന് കണ്ണടിച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ആ ഒരു ഫാസ്റ്റ് ലൈഫിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഇതൊന്നും ചിന്തിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണത കിട്ടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു എന്തൊക്കെയാണ് ബാങ്ക് ഇൻട്രസ്റ്റും ബാങ്ക് ചാർജസും. ഇതൊക്കെ നമ്മൾ പാസ്ബുക്കിൽ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ അല്ലേ. നമുക്ക് അല്ലാണ്ട് ഇവിടെ ഇരുന്ന് അറിയാനായിട്ട് ഒരു വഴിയില്ല. പാസ്ബുക്കിൽ വന്നാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഇത്ര വന്നിട്ടുണ്ട് അല്ലേ, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓടി ആണ് വാങ്ങണേന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ലോൺ പോലെ അല്ലേ. ബാങ്ക് നമുക്ക് ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തരികയാണ്. ഓക്കെ, അതെപ്പോഴും എന്താണ് നെഗറ്റീവിലായിരിക്കും ഇരിക്കണം. നമ്മുടെ ക്യാഷ് അല്ല, ബാങ്കിൻ്റെ ക്യാഷ് യൂസ് ചെയ്യാനായിട്ട് തരികയാണ്. അതിന് ഒരു മന്ത്ലി ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ പിടിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഡെബിറ്റ് വന്നിരിക്കണം. നോർമലി ബാങ്ക് ഇൻട്രസ്റ്റ് എന്തായിരിക്കുള്ളൂ, ക്രെഡിറ്റ് ആയിട്ടായിരിക്കും ഉപയോഗിക്കണം. ഓക്കെ, ബാങ്ക് ചാർജസ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. ഇപ്പോൾ കസ്റ്റമർ നമ്മളുടെ അടുത്ത് പറയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് പാസ്ബുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ അത് കഴിഞ്ഞിട്ടേ അവരുടെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ നമ്മൾക്ക് ഉപകരിക്കണം എന്താണ്, അതിനൊക്കെ ഉപയോഗിക്കണം BRS ആണ്. BRS വെച്ച് നമുക്ക് ഇത് രണ്ടും തമ്മിൽ ടാലിയാക്കാൻ പറ്റും. ഓക്കെ, ബാങ്കിലാണ് ഫസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യണ സംഭവങ്ങളാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ചെക്ക് ഇഷ്യൂ ബട്ട് നോട്ട് പ്രസൻറ്റഡ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ആർക്കോ ഒരാൾക്ക് കൊടുക്കാനുള്ള ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു, പക്ഷെ അവർ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇഷ്യൂ ചെയ്ത ടൈമിൽ തന്നെ, ഡേറ്റിൽ തന്നെ അവർക്ക് അവിടെ ബാങ്കിൽ നമുക്കത് ക്യാഷ് എന്താണ്, ബാങ്കിൽ അത് റിഫ്ലക്റ്റ് ആവോ, ഇല്ല, 2-3 ദിവസം കഴിയുമായിരിക്കും അല്ലേ. അപ്പോൾ മാത്രമേ അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ ഇയർ എൻഡിങ്ങിൻ്റെ ഡേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതായത് 31 മാർച്ചാണ് നമ്മൾ കൊടുത്ത് 30th ആണ്. 31 മാർച്ചിൽ തന്നെ അത് നമ്മുടെ ബാങ്കിൽ വന്നോളണമെന്നുണ്ടോ, ഇല്ല. നമ്മൾ കൊടുത്ത ഡേറ്റ് 30th ആണ് ചെക്ക് കൊടുത്തത്, പക്ഷെ 31 വന്നോന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഏപ്രിൽ 2-3 ഡേറ്റിലായിരിക്കും വന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 31st ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ബാങ്കിൽ വന്നിട്ടുണ്ടാവും. അവിടെയാണ് BRS വരേണ്ടത്. ഓക്കെ, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് എറ്റ് ക്രെഡിറ്റഡ് അല്ലേ. നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു ചെക്ക് കിട്ടിയത് നമ്മൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മൾ ഇതൊക്കെ എമൗണ്ട് കൂടുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിക്കുകയും ചെയ്തു, പക്ഷെ അവിടെ ബാങ്കിൽ വരാനായിട്ട് ഇനിയും 2-3 ദിവസം എടുക്കും. അങ്ങനെയുള്ള കേസസിൽ നിയറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് എന്ത് വേണ്ടി വരും, BRS ചെയ്യേണ്ടി വരും അല്ലേ. ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ഡെപ്പോസിറ്റഡ്. ചെക്ക് റിസീവ് ചെയ്തു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും, മറന്നു പോകരുതെന്ന് വിചാരിച്ച് നമ്മൾ എഴുതി വെക്കും. പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് ബാങ്ക് ഹോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, എറേഴ്സ് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു എറേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും 2 പ്രാവശ്യം ഇടുകയോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് മാറിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, ബാങ്ക് റിക്കൺസിലേഷൻ എന്തായാലും വേണ്ടി വരും. കാരണം എന്താണ്, അത് തമ്മിൽ മാച്ച് ആവില്ല. ഓക്കെ, ക്യാഷ് ബുക്കിൽ അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു തരത്തിൽ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആ തരത്തിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങാടെത്തും, ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലേക്ക് എത്തണം അല്ലേ. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എല്ലാ എൻട്രി എഴുതി അത് എങ്ങാടെ എത്തണം, ബാലൻസ് ആസ് പെർ ബാങ്ക് ബുക്കിലേക്ക് എത്തണം അല്ലേ. ബാങ്ക് ബുക്കിന്റെ എമൗണ്ടുമായിട്ട് അത് ടാലി ആവണം. നമ്മുടെ ക്യാഷ് ബുക്കിലേക്ക് എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പ്ലസും മൈനസും ഒക്കെ ചെയ്ത് എന്ത് ചെയ്യും, ബാങ്ക് ബുക്കിന്റെ എമൗണ്ടിലേക്ക് എത്തണം. ഓക്കെ, ഇനി
എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് എറ്റ് ക്രെഡിറ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ ഇതുവരേക്കും നമുക്ക് എന്തായിട്ടില്ല, ക്രെഡിറ്റ് ആയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ക്യാഷ് ബുക്കും ഉണ്ട്, ബാങ്ക് ബുക്കും ഉണ്ട് അല്ലെ. ക്യാഷ് ബുക്കിൽ എന്താ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ എടുത്ത് ക്യാഷ് ബുക്കിൽ എഴുതി വെക്കും അല്ലെ. ക്യാഷ് ബുക്ക് മീൻസ് ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ട് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും, ബാലൻസ് വന്നു, അതായത് ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ബാലൻസ് കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് ചെയ്ത് ക്യാഷ് ബുക്കിലെ എമൗണ്ട് പ്ലസ് ചെയ്ത് എടുത്തു വെക്കും. ഇനി ബാങ്ക് ബുക്കിലാണെന്നുണ്ടെങ്കിലോ അത് ബാങ്ക് ബുക്കിൽ പറഞ്ഞതിന് കുറച്ച് ടൈം എടുക്കും അല്ലെ, 2-3 ദിവസം എടുക്കാം. അപ്പോൾ ബാങ്ക് ബുക്കിൽ അതെന്തായാലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ട്, ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ബാങ്ക് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ രണ്ടിൻ്റെയും ബാലൻസ് വ്യത്യാസം ഉണ്ടാവില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് വിചാരിച്ചു. ഇവിടെ പറഞ്ഞ പോലെ ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ബുക്കിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരിക്കലും ഇത് ഈ ട്രാൻസാക്ഷൻസ് പ്ലസ് ചെയ്യണം, ഇന്ന ട്രാൻസാക്ഷൻസ് മൈനസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പഠിച്ചു വെക്കരുത്. കാരണം എന്താണ്, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നമുക്ക് ഒരിക്കലും അത് ഓർമ്മയിൽ ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലാവില്ല. ഇത് നമുക്ക് ബൈ ഹാർട്ട് പഠിച്ച എപ്പോഴാണെങ്കിലും നമുക്ക് മറക്കാം, മനസ്സിലാക്കി പഠിച്ചത് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഓക്കെ, ബൈ ഹാർട്ട് പഠിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മറക്കാം. നമുക്ക് ആ ഒരു പഠിച്ച ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പക്ഷേ മനസ്സിലാക്കി പഠിച്ചത് നമുക്ക് എല്ലാ കാലവും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതായത് ക്യാഷ് ബുക്ക്, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ബുക്കിൻ്റെ, അതായത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഉണ്ടായിരുന്ന ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് 1000 rupees ആണ്. ഓക്കെ, ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തു, ചെക്ക് എത്രേൻ്റെ ആയിരുന്നു, 100 rupees-ൻ്റെയാണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിൽ ഒരു എൻട്രി ഇട്ടു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്യാഷ് ബുക്കിലേക്ക് ചെക്ക് കൂടുതൽ എമൗണ്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ഇൻക്രീസ് ആയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 100 rupees-നെ പിടിച്ച് ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാലൻസ് എത്രയുണ്ട്, 1100 rupees ആണ് നമ്മുടെ ബാലൻസ്. ഓക്കെ, ക്യാഷ് ബുക്കിൽ പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞേ, ബാങ്ക് ബുക്കിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞേ, ബാങ്കിലൊന്നും വന്നിട്ടില്ല, ബാങ്കിൽ ഇത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടാവുള്ളൂ, ബാങ്ക് ബാലൻസ് ഓപ്പണിംഗ് കറക്റ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു, നമ്മൾ BRS ഒക്കെ ചെയ്ത് കറക്റ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷനാണ് ഇത്. അപ്പോൾ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്, 1000 തന്നെയുണ്ട്. പക്ഷേ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടോ, ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, 1000 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബാലൻസ് എത്രയാണ്, 1100. ബാങ്കിൻ്റെ ബാലൻസ് എത്ര, 1000. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ ബാങ്ക് ബുക്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1100-ൽ നിന്ന് 1000-ലേക്ക് എത്തണം. അതിനെന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 1100-ൽ നിന്ന് 1000-ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, മൈനസ് കൊടുക്കണം. ഓക്കെ, 1100-ൽ നിന്ന് 1000-ലോട്ട് എത്തണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, 1100 ഉണ്ട്, നമുക്ക് ഇനി ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അത് ബാങ്ക് ബാലൻസിലോട്ട് എത്തണം. ബാങ്ക് ബാലൻസിലോട്ട് എത്തുമ്പോൾ നമ്മൾ എന്താണ്, കൈ വെച്ച് നോക്കുക, 1100 എന്നുള്ള കൈ എന്താണ്, പൊക്കത്തിലാണ്, 1000 എന്നുള്ള കൈ എന്താണ്, താഴ്ത്താണ്. അവിടെ നിന്ന് താഴത്തോട്ട് വരാൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്താലേ വരാൻ പറ്റുള്ളൂ, 1000-ലോട്ട് എത്തുള്ളൂ. അപ്പോൾ അതിനെ ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്ന് വെച്ചാൽ എന്താണ്, ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ, ചെക്ക് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യും, കുറഞ്ഞിരിക്കും അല്ലേ. ക്യാഷ് ബാലൻസ് നമ്മൾ കുറഞ്ഞിരിക്കും. പക്ഷെ അത് ബാങ്കിൽ വന്നിട്ടുണ്ടോ, ഇല്ല, ബാങ്കിൽ വന്നിട്ടില്ല, അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ബാങ്ക് ബുക്കിൽ എന്താണ്, കുറയുമോ ബാലൻസ്, ഇല്ല, കുറയില്ല. ബാങ്ക് ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ട് അതേ ബാലൻസ് തന്നെ കാണിക്കണേ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കി. അതായത് ക്യാഷ് ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്, 1000 rupees ഉണ്ടായിരുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ എത്രയാണ്, 100 rupees-ന് ഇഷ്യൂ ചെയ്തത്. ചെക്ക് ഇഷ്യൂ ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാലൻസ് എത്രയാണ്, 900 rupees ആണ്. ഓക്കെ, ബാങ്കിൽ എത്രയായിരുന്നു, നമ്മൾ BRS ഒക്കെ ചെയ്ത് അതിന് മുന്നേ ചെറുടിയേക്ക് വെച്ചുകൊണ്ട് ബാങ്ക് ബാലൻസും 1000 rupees ആണ്. പക്ഷേ ചെക്ക് ഇഷ്യൂ ചെയ്ത് ബാങ്കിൽ വന്നിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ബാങ്കിന്റെ ബാലൻസ് എത്രയുള്ളൂ, 100 ആണ്. അപ്പോൾ 900 നമ്മുടെ ക്യാഷിന്റെ ബാലൻസ്, ബാങ്കിന്റെ ബാലൻസ് 1000. അപ്പോൾ ക്യാഷിന്റെ ബാലൻസിൽ നിന്ന് നമുക്ക് ബാങ്കിന്റെ ബാലൻസിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് പ്ലസ് ചെയ്യണം. ഓക്കെ, 900-ൽ നിന്ന് 1000 എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്താൽ എത്തുമോ 1000-ലോട്ട്, ഇല്ല, പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യാനായിട്ട് പ്ലസ് ചെയ്യുമ്പോൾ എന്താണ്, ബാങ്കിന്റെ ബാലൻസും ക്യാഷിന്റെ ബാലൻസും സെയിം ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് പ്ലസ് മൈനസും വരുന്നത്. അല്ലാണ്ട് ഓരോ ട്രാൻസാക്ഷൻസും നിങ്ങൾ പ്ലസ് മൈനസും ചെയ്യരുത്. നമ്മുടെ ബുക്കിലല്ല, CA-യുടെ പറ്റിയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിരിക്കുന്നത്, അതാണെന്ന് അതിൻ്റെ ഓർമ്മ. അവിടെ പ്ലസ് ചെയ്യേണ്ട ഐറ്റവും മൈനസ് ചെയ്യേണ്ട ഐറ്റവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേറെയും ചില ടെസ്റ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ചെറിയ BCom-നോ +2 എന്തോ ടെസ്റ്റിലൊക്കെയാണ്. എന്തായാലും അതങ്ങനെ ചെയ്ത് വെക്കരുത്. ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ കൈ വെച്ച്
വെച്ച് കുഞ്ഞിലെ പഠിക്കില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുക. ഒരു കൈ പൊക്കി ബാലൻസ് കൂടണമെന്ന് പറയുമ്പോൾ ഒരു കൈ പൊക്കുക, ബാലൻസ് കുറയണമെന്ന് പറയുമ്പോൾ താഴ്ത്തുക, അങ്ങനെ ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇനി ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് ഓടിയല്ലാത്ത എല്ലാത്തിനും ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും എന്തായിരിക്കുള്ളൂ, ക്രെഡിറ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ. ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോഴാണ് ഡെബിറ്റ് പറഞ്ഞത്. ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിലും ഉണ്ട്, ബാങ്ക് ബുക്കിലും ഉണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് പെട്ടെന്ന് ഇതിലാണ് വരിക, ക്യാഷിൽ വരുമോ? ഇല്ല, ബാങ്കിലേ വരുള്ളൂ അത്, അല്ലേ? ബാങ്കിലേ വരുള്ളൂ. ക്യാഷ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേ വരുള്ളൂ, ബാങ്ക് ബുക്കിലാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ. ബാങ്ക് ബുക്കിലാണ് അത് നമ്മൾ കാണുക. നമുക്കൊരു ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ ബാലൻസ് എന്തായി, കൂടി, അല്ലേ? പ്ലസ് ആയി, ബാങ്കിന്റെ ബാലൻസ് എന്തായി, കൂടി. പക്ഷേ ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടുമില്ല. നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് ബാങ്ക് ബുക്കിലേക്ക് പോകണേ, നോക്കിയോ. അങ്ങനെയാണ് ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്, 1000 rupees ഉണ്ട്. ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, 1000 rupees ആണ്. പക്ഷെ അവിടെ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ പാസ്ബുക്ക് വാങ്ങിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, ആ 1000 rupees തന്നെ നമ്മൾ ക്ലോസിംഗ് ഇട്ട് വെച്ചേക്കണേ. പക്ഷെ ബാങ്കിന്റെ ഓപ്പണിംഗ് 1000 ഉണ്ടായി, ബാങ്ക് ഇൻട്രസ്റ്റ് വന്നപ്പോൾ 200 ആയി. അങ്ങനെ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയായി, 1200 ആയി. ഓക്കെ, 1200 ആയി. ഇനി നമുക്ക് ക്യാഷ് ബുക്കിൽ ഇരുന്ന് നമുക്ക് ബാങ്ക് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്തണം. 1000-ൽ നിന്ന് 1200 എത്തണം. എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം, അല്ലേ? 1000-ൽ നിന്ന് 1200 എത്താൻ പ്ലസ് ചെയ്യണം. ഇനി നമുക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് വെച്ചല്ലേ നമ്മൾ തുടങ്ങി ഇരിക്കട്ടെ. ഇനി നമ്മൾ ബാങ്ക് ബുക്കിന്റെ ബാലൻസ് വെച്ചാണ് തുടങ്ങുകയെന്ന് വെച്ചോ. ബാങ്ക് ബുക്കിന്റെ ബാലൻസ് എത്രയാണ്, 1200. ഇവിടെ നോക്കിയപ്പോൾ എന്താണ്, നമുക്ക് ക്യാഷ് ബുക്കിൽ ഈ 1200 rupees വന്നിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എന്താ, 1000. അപ്പോൾ ഈ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് നമുക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്താനായിട്ട് എന്ത് ചെയ്യണം, 1200-ൽ നിന്ന് 1000 rupeesലോട്ട് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. മൈനസ് ചെയ്താലേ ക്യാഷ് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്തുള്ളൂ. ഓക്കെ. ഇനി ബാങ്ക് ചാർജസ് എന്ന് വെച്ചാൽ എന്താണ്, ഡെബിറ്റ് ആണ്, അല്ലേ? ബാങ്ക് ചാർജസ് ഡെബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്യാഷ് ബുക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ആദ്യം? ഇല്ല. ഏതിലേ വരുള്ളൂ, ബാങ്ക് ബുക്കിലേ വരുള്ളൂ. ബാങ്ക് ബുക്കിൽ വരുമ്പോഴാണ് നമ്മൾ അതിന് എൻട്രി ഇടുന്നത്. ഓക്കെ. ബാങ്ക് ബുക്കിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് എൻട്രി ഇടണം. അപ്പോൾ ബാങ്ക് ബുക്കിൻ്റെ ബാലൻസ് എന്താണ്, ബാങ്ക് ചാർജസ് വരാൻ നേരത്ത് കുറയും. ബാങ്ക് ബുക്കിൻ്റെ ബാലൻസിൽ, ബാങ്കിൻ്റെ ബാലൻസിൽ, പാസ്ബുക്കിൽ ബാങ്ക് ചാർജസ് വരാൻ നേരത്ത് അതിൻ്റെ ബാലൻസ് കുറയും. ഓക്കെ, കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കിയേ. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് 1000 ആയിരുന്നു. ഓക്കെ. പക്ഷേ നമ്മൾ ബാങ്ക് ചാർജസ് വന്നത് അറിഞ്ഞിട്ടില്ല. ബാങ്ക് ബാലൻസ് എത്രയാണ്, 1000 ആണ്. ബാങ്ക് ചാർജസ് എത്ര വന്നു, 200 വന്നു. ബാങ്ക് ചാർജസ് വരാൻ നേരത്തേക്കും അതെന്ന ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മളത് കുറയ്ക്കണം, അല്ലേ? 200 ഇതിൽ നിന്ന് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്രയും 1000-ൽ നിന്ന് 200 പോയി എത്ര വരും, 800 വരും. 1000-ൽ നിന്ന് 200 പോയി എത്ര വരും, 800 വരും. അപ്പോൾ ആ 800 നമ്മൾ എന്ത് ചെയ്യണം, 800 ഇവിടെ ക്യാഷ് ബാലൻസ് 1000-ഉം ബാങ്ക് ബാലൻസ് 800 ആണുള്ളത്. ഇപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് 1000 ആണ്, ബാങ്കിലോട്ട് എത്താൻ നേരത്തെ 800 ആണ്. 1000-ൽ നിന്ന് 800-ലോട്ട് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം, അല്ലേ? ഇനി ബാങ്ക് ബുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ, അതായത് ബാങ്ക് ബുക്കിൻ്റെ ബാലൻസ് 800 ആണ്. അതിൽ നിന്ന് ക്യാഷ് ബുക്കിലോട്ട് എത്താൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്തുകൊണ്ട് ആഡ് ചെയ്യണം, 800 ആണ് ബാങ്ക് ബുക്കിൻ്റെ ബാലൻസ്, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് 1000 ആണ്. ബാങ്ക് ബുക്കിൻ്റെ ബാലൻസ് 800-ഉം ക്യാഷ് ബുക്കിന്റെ ബാലൻസ് 1000 ആണ്. അപ്പോൾ 800-നും 1000-ലോട്ട് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, ബാങ്കിന്റെ ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. ജസ്റ്റ് നിങ്ങളൊന്ന് റഫായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സെക്കൻഡ് കേസാണ് ഇനിയുള്ളതാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇനി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഇനി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതും കൂടി എടുത്തിടാം. ഓക്കെ. അല്ലെങ്കിൽ ഇനി തിരിച്ച് ഇനിയൊരു വീഡിയോ ആക്കേണ്ടി വരും. ഓക്കെ. സെക്കൻഡ് കേസ് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ സെക്കൻഡ് കേസാണ്. എന്താ മെമ്മോറാൻഡം ക്യാഷ് ബുക്ക് മെത്തേഡ് അല്ല, ഈ ഇതിൽ തന്നെയുള്ള ഇപ്പൊ നമ്മൾക്ക് എന്താണ് നോർമൽ അക്കൗണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിൽ തന്നെയുള്ള ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഇനി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസിലും എന്തായിരിക്കുള്ളൂ, സാധാരണയായിട്ട് നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ കാണുന്നത്. ഓക്കെ. ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ? ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ? ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ നേരത്തേക്കും നോർമലി നമ്മൾ എന്താണ്, ഡെബിറ്റ് ആണ് പറഞ്ഞത്, അല്ലെ? ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, ഡെബിറ്റ് ആണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എന്താണ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താ പറഞ്ഞത്, ക്രെഡിറ്റാ പറഞ്ഞത്. ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താ, ക്രെഡിറ്റാ പറഞ്ഞത്, ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. ഇതില്
നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് നെഗറ്റീവിലെ ക്യാഷ് കാണിക്കുന്നത് അല്ലേ. നമുക്ക് ഓൾറെഡി ബാങ്ക് എന്താണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് നമുക്ക് എക്സ്ട്രാ എമൗണ്ട് തന്നിട്ടുണ്ട്, യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആ യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് ബാങ്ക് തരുന്ന എക്സ്ട്രാ എമൗണ്ട്, ലോൺ പോലെ തരുന്ന എക്സ്ട്രാ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ തരുമ്പോൾ അവർ നമുക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് തരുമോ? ഇല്ല അല്ലേ. നമ്മളിൽ നിന്ന് ഇൻട്രസ്റ്റ് പിടിക്കുകയാണ് ചെയ്യണത് അല്ലേ. നോർമലി നമുക്ക് ഓടിയൊന്നുമില്ല, സാധാ ഒരു സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടിലോ കൊണ്ടുപോയി ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എമൗണ്ട് ബാങ്കിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മൾ എന്ത് ചെയ്യും, അവർ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻട്രസ്റ്റ് തരും അല്ലെ. 6 മാസം കൂടുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തരും. പക്ഷെ ഇത് അവരുടെ ബാങ്കിന്റെ എമൗണ്ടാണ് നമ്മളോട് യൂസ് ചെയ്തോളാൻ പറഞ്ഞ് നമുക്ക് ഓടിയായിട്ട് തന്നിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഇൻട്രസ്റ്റ് കൊണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ നിന്ന് ചാർജ് അവർ മേടിക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ നിന്ന് ഇൻട്രസ്റ്റ് എമൗണ്ട് അവർ മേടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ ബാങ്ക് ഇൻട്രസ്റ്റ് ഓടിയുള്ള കേസിൽ എന്താണ്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓടിയുള്ള കേസിൽ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അത് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉള്ള കേസിൽ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആണ് വന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. അത് ഓർത്ത് വെക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഇതും മാറിപ്പോകും. ഓക്കെ, നിങ്ങൾക്ക് ടോട്ടലി റോങ് ആയിട്ട് പോകും. അപ്പോൾ എന്താണ് എക്സാമ്പിൾ, എന്താണ് ബാങ്ക് ക്യാഷ് ബാലൻസ് 2000 നെഗറ്റീവ് കിടക്കുവാണ്. ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 300 ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ 2000 ഓൾറെഡി നമുക്ക് ബാങ്ക് ഓടി കാരണം ഓവർ ഡ്രാഫ്റ്റ് കാരണം എന്താണ് 2000 നെഗറ്റീവിലാണ് കിടക്കുന്നത്. അവിടെ ബാങ്ക് ഇൻട്രസ്റ്റ് വന്നു. ബാങ്ക് ഇൻട്രസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ അവിടെ കൊടുക്കാനുണ്ട് 2000 ഓൾറെഡി ബാങ്കിന് കൊടുക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് അവർ ആ 2000 നമുക്ക് എക്സ്ട്രാ തന്നതിന് അവരൊരു ഇൻട്രസ്റ്റ് മന്ത്ലി പിടിക്കുവാണ്. എത്ര, 300 റുപ്പീസ് പിടിക്കുവാണ്. അപ്പോൾ ടോട്ടലി എത്രയായി, 2000 അവർ തന്നു, അതിന് ഒരു ഇൻട്രസ്റ്റും കൂടി പിടിക്കാൻ നേരത്ത് 2300 ആയി. 2300 ആയി. എന്താണ് ബാങ്കിന്റെ ബാലൻസിലുള്ള ബാങ്കിന്റെ ബുക്കിലുള്ള ബാലൻസ് എന്തായി, 2300 ആയി. ഓക്കെ, ഇനി അടുത്ത ആ ഒരു ഇതും കൂടി ഞാനൊന്ന് എടുത്തു വെക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, അങ്ങനെ ബാങ്ക് ചാർജസ് എന്താണ്, ഡെബിറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യണമെന്നും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലാണ് ഓഡിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും അവർ പറയുകയാണ് ഏതോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, നമുക്ക് അതിന് ഇൻട്രസ്റ്റ് തരുകയാണെന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ബാങ്കിലും ക്യാഷ് ബാലൻസിലും എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. എന്തുകൊണ്ടാണ്, നമുക്ക് ഓൾറെഡി അത് നെഗറ്റീവിലാണ് കിടന്നിരിക്കുന്നത് അല്ലേ. നമുക്കൊരു 1000 രൂപ എന്താണ് ഒരു നെഗറ്റീവിലിരിക്കുകയാണ്, ചോർപ്പോട്ടെ ഒരു 100 രൂപ നമുക്ക് എന്താണ് നെഗറ്റീവിൽ അവർ ഓടിയായിട്ട് നമുക്ക് ഇരിക്കുവാണ്. അതിൽ നമുക്ക് ഈ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് ഇതിലോട്ട് ബാങ്കിലോട്ട് വന്നു, ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആവുന്ന നേരത്ത് 100 രൂപ നെഗറ്റീവിലിരിക്കണം. ഇത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് അത്രയും കുറഞ്ഞ പോലെ ഇരിക്കില്ലേ അല്ലേ. നെഗറ്റീവിലിരിക്കുന്ന എമൗണ്ട് അത്രയും കുറച്ചു നമ്മൾ അല്ലേ. അപ്പോൾ എന്താണ്, അത് എത്രയാവും, 80 ആവും. അതുകൊണ്ടാണ് ഏതെങ്കിലും ബാങ്ക് ചാർജസ് വരുവാണെങ്കിൽ 100 രൂപയിൽ എന്താവും, 120 ആവും. ബാങ്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് എമൗണ്ട് കുറയുവാണ് ചെയ്യണം. അതുകൊണ്ട് അത് എന്താവും, 80 റുപ്പീസ് ആവും. എന്താണ് എൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലായില്ലേ. നമുക്ക് ബാങ്ക് കടം തന്നതാണ് നമുക്ക് 100 രൂപ, പക്ഷെ അതിലേക്ക് നമ്മൾ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത പോലെയാണ് അല്ലേ. എമൗണ്ട് ക്രെഡിറ്റ് വരികയാണ്, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത പോലെയാണ്. അപ്പോൾ ആ 100 രൂപയിൽ നിന്ന് ഇത്ര ഈ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 20 രൂപയാണെങ്കിൽ 20 രൂപ കുറച്ചിട്ട് അപ്പോൾ ബാലൻസ് എത്ര ഉണ്ടാവും, 80 റുപ്പീസാണ്. അന്ന് അത് തന്നെ നമ്മുടെ ക്യാഷിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും അതേ സെയിം ഇത് തന്നെ കാണിക്കണം. പക്ഷേ നമുക്ക് ബാങ്ക് ചാർജസ് ആണെങ്കിലോ ആ 100 രൂപയുടെ കൂടെ അവർ എക്സ്ട്രാ ചാർജസ് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 100 എന്നുള്ളത് 120 ആയിട്ട് മാറും. ഓക്കെ, ഇനി ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ്. ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ അത് ക്യാഷ് ആക്കിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ എന്താ ഉണ്ടാവും, ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ നെഗറ്റീവിലിരിക്കുന്ന ക്യാഷാണ്. അതിൽ വേറെ ചെക്ക് ഇഷ്യൂ ചെയ്തു, ചെക്ക് നെഗറ്റീവിൽ ഓൾറെഡി നമ്മുടെ കയ്യിലില്ല, ഓടിയുള്ള ക്യാഷാണ്. അതിൽ നമ്മൾ വീണ്ടും ഒരു ചെക്ക് ഇഷ്യൂ കൂടി ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ കുറക്കുവാണ് ചെയ്യണേ, അല്ല പ്ലസ് ചെയ്യണം അല്ലേ. നമുക്ക് നെഗറ്റീവിലിരിക്കുന്ന എമൗണ്ട് അതിനെന്ത് ചെയ്യും, വേറൊരു ചെക്കും കൂടി ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്യുക ചെയ്യേണ്ടത് അല്ലേ. ചെക്ക് ആ കണക്കിന് നമുക്ക് ഡെപ്പോസിറ്റ് ആണ് വന്നതെങ്കിലോ അതിനെ മൈനസ് ചെയ്തേനെ അല്ലേ. മൈനസ് ചെയ്ത് നമുക്ക് എമൗണ്ട് ആ കുറയ്ക്കാൻ സഹായകമാകും, അതുകൊണ്ട് മൈനസ് ചെയ്തേനെ. പക്ഷേ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ നെഗറ്റീവിലുള്ളതിനെ ഒന്നും കൂടി കൂടുകയാണ് ചെയ്യണത്, നെഗറ്റീവ് ഒന്നും കൂടി കൂടുക ചെയ്യണം. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇൻക്രീസ് നെഗറ്റീവ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുകയാണ്. ബാങ്ക് ബുക്കിലാണെങ്കിലോ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് എന്നുള്ളത് ബാങ്ക് ബുക്കിൽ വന്നിട്ടില്ല, പക്ഷേ ക്യാഷ് ബുക്കിൽ ആ നെഗറ്റീവ് ഒന്നും കൂടി കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ക്യാഷ് ബുക്കിന് ഓപ്പണിംഗ് ബാലൻസ് 2000 ഉണ്ടായിരുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, 500-നുള്ള ചെക്ക് ഇഷ്യൂ ചെയ്തു. ഉടനെയാണ് നമ്മൾ എന്ത് ചെയ്യും, 2500 എന്ന് എഴുതും. ഏതിൻ്റെ കേസിലാണ് ഇത്, ഓവർ ഡ്രാഫ്റ്റിൻ്റെ കേസിൽ. അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്തേനെ,
ഒന്ന് പറഞ്ഞു തന്നെ, അല്ലാത്ത കേസിൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ക്യാഷ് ബുക്ക് എന്താണ്? ക്യാഷ് ബുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അത് 2000 ആണ്. ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? 500 ആയി അല്ലേ, 500 ആയി. അതുകൊണ്ട് എന്ത് ചെയ്യും? 2500 ആയിട്ട് മാറി. ചെക്ക് ഇഷ്യൂ നോർമലി കേസിലാണെന്നുണ്ടെങ്കിലോ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും? അതിനെ മൈനസ് ചെയ്യേണ്ടി വരും അല്ലേ. നമ്മുടെ കയ്യിൽ 2000 റുപ്പീസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 500 റുപ്പീയുടെ ചെക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അങ്ങനെ 1500 ആയിട്ട് മാറി. പക്ഷേ ഈ ഓടിയാണെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ 2000 റുപ്പീസ് നമുക്ക് ഓൾറെഡി നെഗറ്റീവിലിരിക്കണു, അതിൽ ചെക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് 500 കൂടി ഇഷ്യൂ ചെയ്യണം. അപ്പോൾ 2500 നെഗറ്റീവിലായിട്ട് മാറി. ഇനി ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് 2000 ആണ്, പക്ഷെ അത് ഈ ചെക്ക് ഇഷ്യൂ ചെയ്ത് ബാങ്കിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്താണ്? 2000 ആയിട്ട് മാറി. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ചെയ്ത് ബാങ്ക് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്താനാണെങ്കിലോ 2500 നമ്മൾ എന്ത് ചെയ്യും? 2000 എത്തണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇനി ബാങ്കിന്റെ ബാലൻസിൽ ഇരുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അത് ക്യാഷ് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്തേണ്ടത്. അപ്പോൾ 2000 എന്നുള്ളത് 2500 ആയിട്ട് മാറണം. അപ്പോൾ ഈ എൻട്രി, ഈ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് ഇതുവരെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ കേസിൽ ക്യാഷിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ ആ എമൗണ്ടിനെ എടുത്ത് മൈനസ് ചെയ്യും അല്ലെ. അത്രയും എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റി, അങ്ങനെ എടുത്ത് മൈനസ് ചെയ്യും. അത് ബാങ്ക് ബുക്കിലാണെങ്കിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ സഹിതം നോക്കാം. എന്താണ്? ക്യാഷ് ബുക്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് 2000 ഉണ്ട്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ്? 500 ആണ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിന്റെ കേസിൽ അത് എന്താവും? അത്രയും നെഗറ്റീവ് എമൗണ്ടിനെ കുറയ്ക്കാൻ പറ്റി അല്ലെ. അപ്പൊ 1500 ആയിട്ട് മാറി. ബാങ്ക് ഓപ്പണിംഗ് 2000 ഉണ്ടായിരുന്നു, പക്ഷേ ഈ ട്രാൻസാക്ഷൻ ബാങ്കിൽ വന്നിട്ടില്ല. അപ്പൊ ക്ലോസിംഗും 2000 തന്നെയാണ്. ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1500 വെച്ചിട്ട്. അപ്പൊ ബാങ്ക് ബുക്കിലേക്ക് BRS ചെയ്യാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? 1500നെ 2000 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി ബാങ്ക് ബുക്കിന്റെ ബാലൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, 2000 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് വെച്ചിട്ട് നമ്മൾ ബാങ്കിന്റെ ക്യാഷ് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 1500 എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അത് ബാങ്കിൽ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എല്ലാ ഇതും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത സെക്കൻഡ് മെത്തേഡ് എന്താണ്? അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡ്, അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് മെത്തേഡ് എന്ന് പറയാം. അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡ് അല്ലെങ്കിൽ അതിന് എന്ത് പറയാം? അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് മെത്തേഡ് എന്ന് പറയാം. അതിൽ ഫസ്റ്റ് എന്താണ്? നമുക്ക് എൻട്രി ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ പാസ്ബുക്ക് ആൻഡ് ലേറ്റർ ഓൺ റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. നമുക്ക് ഫസ്റ്റ് എൻട്രി പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന എൻട്രി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അറിയണത് അപ്പോഴായിരിക്കുള്ളൂ, അപ്പോൾ അപ്പോഴേ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്യാഷ് ബുക്കിൽ പിന്നീട് റെക്കോർഡ് ചെയ്യുള്ളൂ. അത് ഏതൊക്കെയാണ്? നമ്മൾ ഇത്രയും പഠിച്ചതെന്ന് തന്നെ നമുക്കറിയാം. ഏതൊക്കെയാണ്? ബാങ്ക് ചാർജസ്, ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, അതൊക്കെ നമ്മൾ എന്താണ്? പിന്നെ ബാങ്കിൽ ഏതെങ്കിലും എൻട്രി വന്നാൽ എന്താണ്? അക്കൗണ്ട് മാറി വന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താണ്? മിസ്റ്റർ എന്താണ്? എം രാധാകൃഷ്ണന് കൊടുക്കേണ്ടത് രാധാകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം അല്ലേ. അങ്ങനെയൊക്കെ വരണ എറേഴ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് കുറേ പേർക്ക് അല്ലേ, എത്ര ഡിജിറ്റാന്ന് എണ്ണാനും കൂടി അറിയാത്ത അത്ര എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ വന്നേക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സംഭവങ്ങൾ ഇത് കുറച്ചാണ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ എറേഴ്സ് ബാങ്കിൻ്റെ സൈഡിലിരുന്ന് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ്. അത് ഏതിലേ കാണുള്ളൂ? നമ്മുടെ പാസ്ബുക്കിലേ കാണുള്ളൂ, പിന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണുള്ളൂ അല്ലേ. ഈ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ വരേണ്ടതാണ്, പക്ഷെ അത് വന്നിട്ടില്ല അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്? ഈ ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ക്യാഷ് ബുക്കിലേക്ക് എടുക്കേണ്ടതാണ്, പക്ഷെ അതെന്താണ്? അത് വന്നിട്ടില്ല. അതുകൊണ്ട് അമെൻഡഡ് ക്യാഷ് ബുക്ക് വരച്ച് ഇവ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതായത് അമെൻഡഡ് ക്യാഷ് ബുക്ക് വരക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ BRS ഇട്ടാൽ മതിയായിരുന്നു. അമെൻഡഡ് ക്യാഷ് ബുക്ക് വരയ്ക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് മെത്തേഡിൽ ചെയ്യുക എന്നാണ് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബാങ്ക് ചാർജസ്, ബാങ്ക് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻ ആണോ അതെല്ലാം നമ്മൾ അമെൻഡഡ് ക്യാഷ് ബുക്ക് വരച്ചിട്ട് അതിൽ റെക്കോർഡ് ചെയ്യണം. ഇനി നമ്മൾ ക്യാഷ് ബുക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ ക്യാഷ് ബുക്കിൽ ഒന്നും റെക്കോർഡ് ചെയ്യില്ല, ബാങ്കിൽ വരാതിരിക്കണുള്ളൂ, അല്ലെങ്കിൽ ബാങ്കിൽ വന്ന ഏതോ ഒരെണ്ണം നമ്മൾ ഇനി ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യില്ല എന്നുള്ളതിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? BRS ഇട്ടാൽ മതി. ഈ അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡ് വരക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ക്യാഷ് ബുക്കിൽ എന്തായാലും ഇടേണ്ട എൻട്രീസ് ഒക്കെ അമെൻഡഡ് ക്യാഷ് ബുക്കിൽ ഇടുക, അതല്ലാത്ത എൻട്രി മാത്രം എന്തിലിട്ടാൽ മതി? BRS മുഖേന അത് ശരിയാക്കി കൊടുത്താൽ മതി. ഓക്കെ. ഇനി അതിലെങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ്?
പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നാണ്. ബാലൻസ് ബ്രോ ഡൗൺ അല്ലേ, ബാങ്കിൻ്റെ നമ്മുടെ ബാലൻസ് എന്തായിട്ട് ഇവിടെ എഴുതിക്കും. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ബാലൻസ് ഇടും, ഓവർ ഡ്രാഫ്റ്റിൻ്റെ ക്ലോസിങ് ഇവിടെ ഇടും, ഇതിടും. ബാലൻസ് അല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഓടി ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെയുള്ള പറഞ്ഞത് ഇങ്ങനെ ഇടും. ഓക്കെ, അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ബാലൻസ് ഇൻക്രീസ് ചെയ്യണം. ഇപ്പം നമുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുക വേണ്ടത്. ഓക്കെ, ഇപ്പം ക്യാഷ് ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഇൻക്രീസ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം, പ്ലസ് ചെയ്യണം, മൈനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പം എന്താണ് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ചെയ്യുന്ന ബാങ്ക് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്തുമ്പോൾ നേരത്ത് ആ ബാലൻസ് ഇൻക്രീസ് ചെയ്യുവാണ് വേണ്ടത്, അല്ലെങ്കിൽ ആഡ് ചെയ്യുവാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നോർമലി ഇപ്പൊ ഈ അമൻഡഡ് ക്യാഷ് ബുക്ക് വരക്കാൻ നേരത്തെ എല്ലാവർക്കും അതൊരു ഡൗട്ട് വരും, എവിടെ വരണം, ഏത് സൈഡിൽ വരണമെന്ന്. അതിനൊരു സിമ്പിൾ വേ ആണ് ഞാൻ പറയണത്. ഇപ്പൊ നോർമലി ഉള്ള ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബാലൻസ് ഒക്കെ എന്ത് ചെയ്യും, ഡെബിറ്റ് ബാലൻസ് ആണ് വരാറ് അല്ലെ. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരാറ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ബാലൻസ് ഇപ്പൊ നോർമലി കേസിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് ഡെബിറ്റ് വരുവാണ്, ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ബാങ്കിന്റെ ബാലൻസ് ആയിട്ട് എത്തിക്കണം. ബാങ്കിന്റെ ബാലൻസ് ആയിട്ട് എത്തിക്കുമ്പോൾ ഇവിടെ എത്തണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ്. അതില് നമുക്ക് എന്തെങ്കിലും ബാലൻസ് ഇതിന്റെ കൂടെ ഇൻക്രീസ് ചെയ്യേണ്ടതാണ്, ആഡ് ചെയ്യേണ്ട സംഭവമാണ് എന്നുണ്ടെങ്കിൽ ഏത് സൈഡിൽ കാണിക്കണം, ഈ സൈഡിൽ തന്നെ കാണിക്കണം അല്ലെ. ബേസിക് ആയിട്ട് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാമെന്നറിയാം. എന്നാലും ഈ നമ്മുടെ ഇതിൽ നിന്ന് വരാത്ത ഹ്യൂമാനിറ്റീസ് സയൻസിൽ നിന്നൊക്കെ വരാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട ഐറ്റം ആണെങ്കിൽ ഈ സൈഡിൽ തന്നെ കാണിക്കാം ലെഡ്ജർ അക്കൗണ്ടിൽ. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ബാലൻസിന് ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ബാലൻസ് ഏത് സൈഡിൽ വരും, ക്രെഡിറ്റ് സൈഡിൽ വരും. അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണെങ്കിലോ, അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിന്റെ ഈ സൈഡിൽ തന്നെ എഴുതുക. ഇനി ഈ ബാലൻസിലൂടെ ലെസ് ചെയ്യേണ്ട ഐറ്റം ആണെന്നുണ്ടെങ്കിലോ അത് ഓപ്പോസിറ്റ് സൈഡിൽ എഴുതുക. ഓക്കെ, ആ ബാലൻസ് എവിടെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇത് വരക്കാൻ നേരത്ത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്ന് നോക്കിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണോ ആ കറക്റ്റ് സൈഡ് വേണോ നോക്കാം. ഇതേ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് അല്ല അതേ സൈഡ് തന്നെ എഴുതുവാണെങ്കിൽ അതെന്ത് ചെയ്യും, ആഡ് ആയിട്ട് മാറുവാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എഴുതുവാണെങ്കിൽ എന്ത് ചെയ്യും, ലെസ് ആയിട്ട് മാറുവാണ്, ലെസ് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പം ബാലൻസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിന്റെ സൈഡ് എഴുതണം, ബാലൻസ് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിന്റെ ഓപ്പോസിറ്റ് സൈഡ് എഴുതണം. ഇനി അമൻഡഡ് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് BRS പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത്രയും അമൻഡഡ് ക്യാഷ് ബുക്ക് നമ്മൾ എഴുതി അല്ലെ. അമൻഡഡ് ക്യാഷ് ബുക്ക് ഇങ്ങനെ നമുക്ക് ഇടാൻ നേരത്ത് നമുക്ക് എന്താണ് ക്യാഷ് ബുക്കിൽ കാണിക്കേണ്ട ഐറ്റം മാത്രം കൊടുത്ത് നമ്മൾ ഒരു അമൻഡഡ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ബാലൻസ് കിട്ടൂലേ, ബാലൻസ് ബ്രോ ഡൗണോ ബാലൻസ് ക്യാരി ഡൗൺ കിട്ടൂലേ, ഏത് സൈഡിൽ ഓടിയാണോ അല്ലെ നോർമൽ അക്കൗണ്ട് ആണോ ഏത് സൈഡിൽ നിന്ന് ഒരു ബാലൻസ് കിട്ടും. ആ ബാലൻസ് വെച്ചിട്ട് വേണം തിരിച്ചെന്ത് ചെയ്യണം, നമ്മൾ BRS അക്കൗണ്ട് വരക്കണം. എന്തിനാ BRS അക്കൗണ്ട് വരക്കണേ, നമ്മളിപ്പോൾ ഈ അമൻഡഡ് ക്യാഷ് ബുക്കിൽ വരച്ചത് എന്തുമാത്രമാണ്, നമ്മൾ ക്യാഷ് ബുക്കിൽ നോർമലി അക്കൗണ്ട് ചെയ്യേണ്ട ഐറ്റം മാത്രമേ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളൂ അല്ലെ. ബാലൻസ് ഉള്ള ഐറ്റം ഉണ്ട്, നമ്മൾ ഇത്രയും നേരം BRSൽ പഠിച്ച ബാലൻസ് ഉള്ള ഐറ്റം ഉണ്ട്, അതൊക്കെ നമുക്ക് വരക്കണം അല്ലെ. വരക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ BRS സ്റ്റേറ്റ്മെന്റ് ഇട്ടേ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ട് ഒരു കണക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 7 മാർക്കിന് വന്നതാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കാം. ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല, എടുത്തിട്ട് ഞാനിത് പറഞ്ഞുതരാം. 2023 ഡിസംബറിൽ 7 മാർക്കിന് വന്ന BRSൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ BRSൻ്റെ ക്വസ്റ്റ്യൻ അറിയാലോ 2023 വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിന് BRSനെ ചുമ്മാ ഇതായിട്ട് കളയണ്ട, വെറുതെ 7 മാർക്കൊക്കെ അസാൾട്ടായിട്ട് വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഞാനിത് കാണിക്കാം ആൻസർ. ഓക്കെ, ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് 30th സെപ്റ്റംബർ 2023 സി സച്ചിൻ ചാറ്റർജി ക്യാഷ് ബുക്കാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 400 ആണ് അവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ക്യാഷ് ബുക്ക് ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ചെക്കിംഗ് ദ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റി. ഓക്കെ, അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ചെക്ക് ഇഷ്യൂഡ് 1500 ഹാഡ് ബീൻ എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ബട്ട് ഹാഡ് ബീൻ പ്രസൻറ്റഡ് ഇൻ ടു ബാങ്ക്. ഓക്കെ, എന്താണ് ചെക്ക് ഇഷ്യൂ ചെയ്തു, എത്രയാണ് 1500. അത് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ബുക്കിൽ 1500 എന്ന് തന്നെ പറഞ്ഞ് എഴുതി. പക്ഷേ ബാങ്കിൽ എത്രയേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, 1000 മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അമെൻഡഡ് ക്യാഷ് ബുക്കിലാണോ ചെയ്യേണ്ടത്, അല്ല, അമെൻഡഡ് ക്യാഷ് ബുക്കിലല്ല അത് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്, നമ്മൾ ഓൾറെഡി അത് ക്യാഷ് എവിടെ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി അത് ക്യാഷ് ബുക്കിൽ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇനിയും പോയി നമ്മൾ എന്ത് ചെയ്യേണ്ട, അമെൻഡഡ് ക്യാഷ് ബുക്കിലേക്ക് അത് ഇടേണ്ട കാര്യമില്ല. നമ്മൾ BRSൽ മാത്രം പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്ന് നോക്കിയാൽ മതി.
ഓക്കെ, ഏത് ബാലൻസ് വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യണത് അത് വെച്ച് നമുക്ക് ചെയ്യാം. എന്താണ്, നമ്മൾ ഏത് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ചാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തേക്ക് നമുക്ക് ഇതെന്ത് ചെയ്യും, നമുക്ക് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 500 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, 500 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. നിങ്ങളതൊന്ന് എഴുതി നോക്കുക. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള, നമ്മൾ ഇത്രയും പറഞ്ഞതല്ലേ, അപ്പോൾ അത് നിങ്ങളൊന്ന് എഴുതി നോക്കാം. ഇനി ഡിവിഡൻഡ് എമൗണ്ട് 150 ഹാഡ് ബീൻ ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അല്ലേ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് വന്നത് ബാങ്കിലോട്ട്. ഇത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്നുള്ളതും കൂടെ ഓർക്കണേ. ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഡിവിഡൻഡ് എമൗണ്ട് എന്ത് ചെയ്തു, ഓൾറെഡി പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബാങ്കിലോട്ട് ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്തു, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടാവില്ല, ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവില്ല, ഡയറക്ട്ലി ബാങ്കിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്യാഷ് ബുക്കിൽ എന്തായാലും എൻട്രി ചെയ്യേണ്ട കാര്യമല്ലേ, അല്ലേ, എൻട്രി ചെയ്യണം. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യണം, അതെന്തായാലും അമൻഡഡ് ക്യാഷ് ബുക്കിലേക്ക് വരണം. ഓക്കെ, ആ 150 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അമൻഡഡ് ക്യാഷ് ബുക്കിലേക്ക് അത് എമൗണ്ട് ആയിട്ട് വരണം. ഈ അമൻഡഡ് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ടിൽ ഒരു ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ ബാലൻസിനെ അത് കുറയ്ക്കും. അല്ലെ, ബാലൻസിനെ കുറയ്ക്കുക. ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ കാണിക്കുക, ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക. അല്ലെ, ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക. അതിൽ ഈ 150 എമൗണ്ട് നമുക്ക് ഒരു ഇൻകം വന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ 400 കുറയ്ക്കുകയാണ് ചെയ്യണത് 150. അപ്പൊ അതെന്ത് ചെയ്യണം, ആ ബാലൻസ് എവിടെയാണോ എഴുതിയത്, ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണോ എഴുതിയത്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട്. ഓക്കെ, ബാങ്ക് ഹാഡ് credited interest on bank deposit of 170, but the same had been debited in cash book on 6th October 2023. ബാങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എത്ര വന്നിട്ടുണ്ട്, 170 വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അത് ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ അറിഞ്ഞപ്പോഴാണ് 6th അറിഞ്ഞത്. അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്തായാലും എഴുതണ്ടേ, ക്യാഷ് ബുക്കിൽ എഴുതണം. അപ്പൊ ഇതിൽ എഴുതും, അമൻഡഡ് ക്യാഷ് ബുക്കിൽ തന്നെ എഴുതണം. അപ്പൊ അത് ക്രെഡിറ്റ് വന്നേക്കുവാണ്. ക്രെഡിറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യണത്. അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ക്രെഡിറ്റർ സൈഡാണ് ക്യാഷ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട്, ഈ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എവിടെ എഴുതണം, ഡെബിറ്റ് സൈഡ്, ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എഴുതണം. ഓക്കെ, ബാങ്ക് ചാർജസ് 50 ഷോൺ ഇൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബട്ട് ദ സെയിം ഹാഡ് നോട്ട് ബീൻ എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. അത് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കണ്ടു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പൊ ക്യാഷ് ബുക്കിൽ എഴുതേണ്ടതാണോ, തീർച്ചയായിട്ടും ക്യാഷ് ബുക്കിൽ എഴുതേണ്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോ, അത് അമൻഡഡ് ക്യാഷ് ബുക്കിൽ എഴുതണം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉള്ളിടത്ത് ഒരു ബാങ്ക് ചാർജസ് വന്ന് എന്ത് ചെയ്യണം, ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് കൂട്ടണം. ഓവർ ഡ്രാഫ്റ്റ് എമൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഏത് സൈഡിൽ എഴുതണം, ഓവർ ഡ്രാഫ്റ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണോ വന്നത് ആ സൈഡിൽ തന്നെ എഴുതണം. അതായത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതണം. എത്ര എഴുതണം, 50 എന്ന് പറഞ്ഞ് എഴുതണം. A check is issued to N.K. Chatterjee for 50 was replaced when out of date. It was entered again in the cash book. No other entry being made. Both the check were included in total of unpresented check shown above. ഓക്കെ, അതായത് എന്താണ്, ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു ആർക്ക്, N.K. ചാറ്റർജിക്ക്. എത്രയിനാണ്, 50 റുപ്പീസിനാണ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്തു, അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയതുകൊണ്ട് അതെന്ത് ചെയ്തു, ചെക്ക് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇത് എന്ത് ചെയ്തു, വീണ്ടും കൊണ്ടുവന്ന് ആ ചെക്ക് കൊടുത്ത് എന്ത് ചെയ്തു, വീണ്ടും കൊണ്ട് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു. N.K. ചാറ്റർജിക്ക് 50 രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും എൻ്റർ ചെയ്തു. ഇത് റീപ്ലേസ് ചെയ്തതാണെന്നുള്ളത് ഓർക്കാതെ വീണ്ടും കൊണ്ടുപോയി ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു. അതായത് 2 പ്രാവശ്യം കൊണ്ടുവന്ന് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ആ 2 ചെക്കും ഇപ്പോൾ ക്യാഷ് ബുക്കിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണമല്ലേ നമുക്ക് പ്രസന്റ് ചെയ്യുള്ളൂ, അല്ലെ, ഒരെണ്ണം ഔട്ട് ഓഫ് ഡേറ്റഡ് ആണ്. അപ്പോൾ ഒരെണ്ണമല്ലേ പ്രസന്റ് ചെയ്യുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ഇത് ചെയ്യണം. ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ ക്യാഷ് ബുക്കിൽ അനാവശ്യമായിട്ട് 2 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്, 50 റുപ്പീസ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നിനെ നമുക്ക് മൈനസ് ചെയ്ത് കളയണം. ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കളയണം. അപ്പൊ ചെക്ക് എന്താണ്, നമുക്ക് ആ ഒന്നിനെ മൈനസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എൻട്രി ഇടണം. അല്ലേ, നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് എൻട്രി ഇട്ടാൽ മാത്രമേ അതിനെ മൈനസ് ആക്കാൻ പറ്റുള്ളൂ. ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, 50 റുപ്പീസിനെ മൈനസ് ചെയ്ത് കളയണം. പിന്നെ സെക്കൻഡ് എന്ത് ചെയ്ത് കളയണം, സെക്കൻഡ് നമുക്ക് BRS സ്റ്റേറ്റ്മെന്റിലൂടെ വരണം. ഓക്കെ, BRS സ്റ്റേറ്റ്മെന്റിലൂടെ വരണം. എന്തൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് BRS സ്റ്റേറ്റ്മെന്റിൽ 50 റുപ്പീസ് കാണിക്കണം. എന്ത് ചെയ്ത് കാണിക്കണം, മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അത് എന്താണ് ആ എൻട്രി എന്നുള്ളത് മനസ്സിലായില്ല എല്ലാവർക്കും. എന്താണ്, നമ്മൾ N.K. ചാറ്റർജിക്ക് ആദ്യം ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഓൾറെഡി ക്യാഷിൽ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്, ക്യാഷിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തു, അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ചെക്ക് മാറിയിട്ട് വേറെ ചെക്ക് കൊടുത്തു. പക്ഷെ എപ്പോഴും എന്ത് ചെയ്തു, ആ വേറെ ചെക്ക് കൊടുത്തപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം കൂടി വീണ്ടും അതുകൊണ്ടത് എൻട്രി ചെയ്ത് വെച്ചു
ക്യാഷ് ബുക്കിൽ അല്ലേ. 2 പ്രാവശ്യം വരേണ്ട കാര്യമുണ്ടോ? ഒരു ചെക്കിനുള്ളതേ ഉള്ളൂ. അപ്പോൾ 2 പ്രാവശ്യം വരേണ്ട കാര്യമുണ്ടോ? ഇല്ല, 2 പ്രാവശ്യം വരേണ്ട കാര്യമില്ല. അപ്പോൾ ഒരെണ്ണം ക്യാഷ് ബുക്കിൽ നിന്ന് മൈനസ് ചെയ്യണം, പിന്നെ ഒരെണ്ണം PRSൻ്റെ കൂടെ ആ എഫക്റ്റ് കാണിക്കുകയും ചെയ്യണം, ബാങ്കിൽ വന്നിട്ടില്ല എന്നുള്ളത് കാണിക്കുകയും ചെയ്യണം. ഓക്കെ. റെസിപ്റ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ഹാഡ് ബീൻ ഓവർ കാസ്റ്റ് ഓഫ് 20 rupees. ക്യാഷ് ബുക്കിൽ എന്താണ്, റെസിപ്റ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്കിൽ എന്താണ്, 20 രൂപ ഓവർകാസ്റ്റ് കൂടിയിരിക്കുവാണ്. 20 രൂപ ഓവർകാസ്റ്റ് ചെയ്തിരിക്കുവാണ്. എന്ത് ചെയ്തിരിക്കുകയാണ്? കൂടിയിരിക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ബൈ ഓവർകാസ്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞ റെസിപ്റ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ഇനി ചെക്ക് ഫോർ 20 ഹാഡ് ബീൻ എൻറ്റേർഡ് ആസ് എ റെസിപ്റ്റ് ഇൻ ക്യാഷ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ആസ് എ പേയ്മെൻറ്റ്. ചെക്ക് ഓഫ് ₹20 ഹാഡ് ബി എൻറ്റേർഡ് ആസ് റെസിപ്റ്റ് ഇൻ ക്യാഷ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് കാണിക്കുന്നതിന് പകരം ചെക്ക് എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? അത് റെസിപ്റ്റ്സ് ആയിട്ടാണ് കാണിച്ചത്. റെസിപ്റ്റ്സ് ആയിട്ടാണ് കാണിച്ചത്, പക്ഷേ എന്താണ്, പേയ്മെൻ്റ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ റെസിപ്റ്റിനെ കളയണം. റെസിപ്റ്റിനെ കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 20 ഉണ്ട്. പിന്നെ അത് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കണം, അപ്പോഴും എന്താണ്? ഒരു 20 ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അത് 40 ആയിട്ട് ഇപ്പുറത്തെ ക്രെഡിറ്റ് സൈഡ് ഇട്ടാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് പോവുള്ളൂ. എന്തുകൊണ്ടാണ്? ആക്ച്വലി അത് പേയ്മെൻ്റ് ആയിട്ടായിരുന്നു കാണിക്കേണ്ടത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? റെസിപ്റ്റ് ആയിട്ട് എടുത്തിട്ട് കാണിച്ചു. നമ്മൾ എന്ത് ചെയ്തു? റെസിപ്റ്റ് ആയിട്ട് കാണിച്ചു. നമ്മൾ ആക്ച്വലി എന്തായിട്ട് കാണിക്കണം? പേയ്മെൻ്റ് ആയിട്ട് കാണിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? റെസിപ്റ്റ് ആയിട്ട് കാണിച്ചു. റെസിപ്റ്റ് ആയിട്ട് കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? താഴ്ത്ത് പോകേണ്ട റേറ്റത്തെ നമ്മൾ വീണ്ടും പൊക്കി വിടുകയാണ് ചെയ്തത് അല്ലേ. ആ പൊക്കി വിടുന്നത് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കുമ്പോൾ ഒരു 20 വരും. തിരിച്ചതിന് താഴ്ത്തണം അല്ലേ. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്നും കൂടി താഴ്ത്തണം. താഴ്ത്തുമ്പോൾ വീണ്ടും ഒരു 20 വരും. അങ്ങനെ 40 rupees നമ്മൾ എന്താണ് ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ അതിന്റെ ബാലൻസ് കാണാൻ പറ്റൂ. 20 അല്ല ചെയ്യേണ്ട, 40 rupees 2 പ്രാവശ്യം കാണിക്കണം. ഓക്കെ. എന്ത് ചെയ്യണം? ഒന്ന് നമ്മൾ പേയ്മെന്റ്, ഒന്ന് ബാലൻസിനെ കുറക്കേണ്ട സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു? ബാലൻസിനെ കൂട്ടി വെച്ചു അല്ലെ. ബാലൻസിനെ കൂട്ടാൻ നേരത്തെ ആക്ച്വൽ ബാലൻസിലോട്ട് എത്തണം. അപ്പോൾ 20 ഒന്ന് കുറയ്ക്കണം. പിന്നെ ബാലൻസിനെ ആക്ച്വലാ കുറക്കണം, അപ്പോൾ ഒരു 20 കൂടി കുറക്കണം. അങ്ങനെ 40 rupees കുറക്കണം. എ ചെക്ക് ഡ്രോൺ ഫോർ 8 rupees had been incorrectly entered in cash book as 88. 8 rupees എഴുതുന്നോടത്ത് നമ്മൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു? 88 എന്ന് പറഞ്ഞു എഴുതു. അതും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമൻഡഡ് ക്യാഷ് ബുക്കിൽ തന്നെ കാണിക്കണം അല്ലേ. നമ്മുടെ മിസ്റ്റേക്ക് അല്ലേ ഇത്. ആ 80 എന്നുള്ളത് 88 എന്ന് കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയുടെ വ്യത്യാസം വരേണ്ടത്? 80യുടെ വ്യത്യാസം വരേണ്ടത്. ആ 80യുടെ വ്യത്യാസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമൻഡഡ് ക്യാഷ് ബുക്കിൽ അത് കുറയണം അല്ലെ. വേണ്ട, കുറയണമെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിന്റെ ബാലൻസ് എവിടെയാണോ അതിന് ഓപ്പോസിറ്റ് സൈഡ് കാണിക്കുക. എവിടെയാണ് അത്? ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഓക്കെ. ഇനി നമുക്ക് ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ നോട്ടിലോട്ട് പോയിട്ട് അതൊന്ന് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്തിരിക്കണേന്ന് നോക്കാം. ഓക്കെ. എന്താ 7 മാർക്കിന് വന്നാണ് 2023 ആണ് BRSL എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും ഉഴപ്പി വെക്കരുത്. ഇപ്പോൾ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ എന്താ ഡെബിറ്റും ക്രെഡിറ്റ് ചെയ്ത് നിങ്ങൾ ഈ ആൻസർ നോക്കണതിന് മുന്നേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണ്ടോ നോക്കാം. അഡ്ജസ്റ്റഡ് ക്യാഷ് ബുക്ക് വരക്കാൻ പറ്റണ്ടോ നോക്കാം. വരക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിലും വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ആൻസർ നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ 60 rupees കിട്ടും. ഈ എൻട്രി ഒക്കെ അമൻഡഡ് ക്യാഷ് ബുക്കിൽ എൻട്രി ഇടുമ്പോൾ 60 rupees കിട്ടും. ഈ 60 rupees വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി. ആ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്, നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അമൻഡഡ് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് റിക്കൺസിലേഷനിൽ കാണിക്കണം. അപ്പോൾ ബാലൻസ് പറഞ്ഞ ആ 2 ട്രാൻസാക്ഷനും കാണിക്കണം. ഇതിന്റെ ബാലൻസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ബാലൻസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത് എന്നുള്ളത്, ബാലൻസ് ആസ് പെർ ബാങ്ക് ബുക്ക് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ. എല്ലാവരും കമന്റ് ചെയ്യണം. എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ BRS. അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഡൗട്ട് എല്ലാം മാറിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ശരി, ബൈ. ഞാൻ എടുക്കുന്ന എഫേർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ.